ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട്, ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാലും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ എന്താണ് ഇൻറ്റൻഷൻ ഉള്ളത്, എന്താണ് അവർ ആക്ഷൻ എടുക്കാൻ പോണത്, ആൻഡ് ഫ്യൂച്ചർ എന്തായിരിക്കും, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇതാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഹാങ്ഡ് മാൻ. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ടു ഓഫ് സോഡ്സ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ, 9 ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടി 2 ഓഫ് wands. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് 6 ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ കിങ് ഓഫ് wands. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, പേജ് ഓഫ് wands. എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ, പേജ് ഓഫ് swords. എന്താണ് ഇവിടെ ഔട്ട്കം. അപ്പോൾ ലിയോ, ഞാൻ കാർഡ്സൊക്കെ കുറച്ച് ഫ്രണ്ടിൽ മുമ്പോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ലിയോ, ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, ഹാങ്ഡ് മാൻ പൈസീസ് എനർജിയാണ്. ഇവിടെ ഞാൻ കാണുന്നതൊരു സിറ്റുവേഷനിൽ എന്തോ ഇപ്പോൾ മുമ്പോട്ട് പോകില്ല. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. ഹാങ്ഡ് മാൻ, നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഹാങ്ഡ് മാൻ എനർജി? പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസീസ് എനർജിയാണ് ഇത്. കുറേ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായ മാതിരി ഒരു എനർജി കാണാണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഹോപ്പ് ഉണ്ട് അത് ഈ പേഴ്സൺ തിരിച്ചു വരും എന്ന്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി നോക്കുമ്പോൾ ക്വീൻ ഓഫ് കപ്സ്. കുറേ ലവ് ഉണ്ട് ഇവിടെ. അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. ഇമോഷണലി കുറേ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു വേറെ പേഴ്സണെയും കാണാണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ പേഴ്സൺ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. എന്തോ ഒരു സിറ്റുവേഷനിൽ അവർ മുമ്പോട്ട് പോകാൻ തയ്യാറല്ല. എന്തോ നിങ്ങൾ അവർക്ക് ഒരു ഓഫർ കൊടുത്തു, പക്ഷെ അതിന് അവർ ഇഗ്നോർ ചെയ്തു. അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ 2 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അറിയില്ല നിങ്ങൾ രണ്ടാൾക്കും എന്താ വേണ്ടതെന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇമോഷണലി നിങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി ഇത് വർക്കൗട്ട് ചെയ്യില്ല എന്നും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തോ ഇവിടെ ഒരു എൻഡിങ് മാതിരി ഒരു എനർജി ഉണ്ട്. ചേഞ്ച്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. എന്തോ ഒരു എൻഡിങ്ങും പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. പാസ്റ്റിൽ ഒരു നല്ല വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല ഹാപ്പി എനർജി ആയിരുന്നു പാസ്റ്റിൽ. എന്താണ് ഈ 9 ഓഫ് കപ്സ്? ചാരിയറ്റ്. പാസ്റ്റിലെല്ലാം മുമ്പോട്ട് പോകണ്ടായിരുന്നു, ഒരു ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സഡൻലി ഒരു പേഴ്സൺ ഈ സിറ്റുവേഷനിൽ വിഡ്രോ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഇവിടെ 2 ഓഫ് wands ആണ്. നിങ്ങൾ ആക്ച്വലി ഫ്യൂച്ചർ, ഇത് വർക്കൗട്ട് ആവുക, എന്തായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക, അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണു. ഫ്യൂച്ചർ പ്ലാനിങ്. നിങ്ങളുടെ അടുത്തും 2 ചോയ്സസ് ഉണ്ട്. ഈ പേഴ്സണിൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യുക, അതല്ല വെച്ചാൽ മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കാനും തയ്യാറാണ്.
ഈ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ അവർക്കും റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. 6 ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കുറേ ഡീപ്പ് ഫീലിങ്സ് ആണ്, ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ട് സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ഇൻറ്റൻഷൻ നിങ്ങളുടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ സിംഗിളായിട്ട് തന്നെ, ഈ പേഴ്സൺ അല്ല വെച്ചാൽ നിങ്ങൾ സിംഗിളായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണു. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ മാരേജ് വേണം, പക്ഷേ ഈ പേഴ്സൻ്റെ കൂടെ അല്ല വെച്ചാൽ വേറെ ആരുടെയും കൂടെ വേണ്ട, അങ്ങനത്തെ എനർജി. നിങ്ങൾ പ്രേ ചെയ്യണു അത് ഇതെല്ലാം ശരിയാവണം എന്ന്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നിങ്ങളുടെ അടുത്ത് വരാൻ ആണ്, പറഞ്ഞ ഒരു ആക്ഷൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അവർക്ക്. 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇമോഷണലി മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ല, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പേഴ്സണെ വിട്ടുപോകും. അതല്ല വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ഇവരുടെ ഭാഗത്തിലായിരിക്കാം. അവർ ഞാൻ പറഞ്ഞ മാതിരി സഡൻലി ഡിസ്കണക്ട് ചെയ്തു. അതാണ് വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ നിങ്ങളോട് ക്ലിയറായി കാര്യങ്ങൾ പറയണം എന്ന് അവർക്കുണ്ട്, അത് ഇൻറ്റൻഷനിലുണ്ട്. അപ്പം നിങ്ങളാണ് ഇവിടെ മെസ്സേജ് അയക്കാൻ പോണത്. പേജ് ഓഫ് വാൻഡ്സ്, ഒരു ഹായ് ഹലോ, ഒരു ചെറിയ മെസ്സേജ് ആയിരിക്കാം, പക്ഷേ എന്തോ ഒരു ടോക്സിക് എനർജി ഇവിടെ കാണാണ്ട്. എന്താണ് ഈ ഡെവിൾ? നിങ്ങൾ കുറച്ചൊരു ഒബ്സെസ്ഡ് എനർജിയിലും ആവാം. 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും ശരിയാവണം എന്നാണ് നിങ്ങളുടെ എനർജി കാണിക്കണത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ പേജ് സോഡ്സ് ആണ്. അവർ കുറേ കെയർഫുള്ളായിട്ടാണ് സംസാരിക്കണത്, അതല്ല വെച്ചാൽ അങ്ങനെയാണ് അവരുടെ എനർജി കാണുന്നത്. അവർ പക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മിക്സ്ഡ് സിഗ്നൽസ് ആണ് വരണേ. ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഇവർ ചിലപ്പോൾ റെസ്പോണ്ടും ചെയ്യില്ല, അവർ വെയിറ്റാണ് ചെയ്യണത്. കുറേ സൈലൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തിൽ അവർ ആക്ഷൻ എടുക്കണില്ല, നിങ്ങളുടെ ഭാഗത്തിലാണ് ആക്ഷൻ ഉള്ളത്. ഔട്ട്കം ഇവിടെ 6 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ സക്സസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി വേറെ കുറേ ഓപ്ഷൻസും ഉണ്ട് ഈ പേഴ്സൺ അല്ലാണ്ട്. അപ്പോൾ 10 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു ബാഗേജ് ഉണ്ട്, എന്തോ ഒരു ഡിഫിക്കൾട്ട് എനർജി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഈ മാസം നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഇല്ല വെച്ചാൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കണേന്ന് അതിൻ്റെ ഒരു മറുപടി, അതിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ, ഔട്ട്കം, അങ്ങനെ എന്തോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. വേൾഡ് എനർജീൻ്റെ ഇവിടെ. അപ്പോൾ ഒരു പാസ്റ്റ് സൈക്കിളിനെ നിങ്ങൾ രണ്ടാളും ക്ലോസ് ചെയ്തിട്ട് ഒരു പുതിയ സൈക്കിളിലേക്കാണ്, അപ്പോൾ ഒരു പുതിയ തുടക്കം. ആൻഡ് ഇവിടെ ഞാനൊരു സ്റ്റേബിൾ ബിഗിനിങ് ആണ് കാണുന്നത്. മേ ബി നിങ്ങൾ ആദ്യം ഫ്രണ്ട്സായിട്ടായിരിക്കും റീകണക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? ഫിനാൻസസ് ആൻഡ് കരിയർ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. അപ്പോൾ അതും ആയിരിക്കാം, മേ ബി പേഴ്സൻ്റെ ലൈഫിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അതും ആവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. പക്ഷേ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.